ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലർ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ലൈൻസ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി ഓഫ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ്? ഓപ്ഷൻ എ ക്ലാസ് 2 DNA ട്രാൻസ്പോസോൺസ്, ഓപ്ഷൻ ബി ക്ലാസ് 1 റിട്രോ ട്രാൻസ്പോസോൺസ്, ഓപ്ഷൻ സി ഇൻസർഷൻ സീക്വൻസ്, ഓപ്ഷൻ ഡി ഇൻ്റഗ്രോൺസ്. അല്ലേ ഇതിനകത്ത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജെനറ്റിക്സിൽ എന്താണ്, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജിയിൽ എന്താണ് സയൻസും ലൈൻസ് എല്ലാം. ഇത് നമുക്ക് ഇതിനകത്തും പഠിക്കാനുണ്ട്, ലൈൻസിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും. ഇത് രണ്ടും, ലൈൻസ് ആയാലും സയൻസ് ആയാലും, ഇവ രണ്ടും വരുന്നത് റിപ്പറ്റേറ്റീവ് DNAസിലാണ്. അല്ലേ? റിപ്പറ്റേറ്റീവ് DNAസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റാൻഡം റിപ്പീറ്റഡ് DNAസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്പേഴ്സ്ഡ് DNA റിപ്പീറ്റ്സും ഉണ്ട്. ഇതിനകത്ത് ഇൻഡസ്പേഴ്സ്ഡ് റിപ്പീറ്റഡ് DNAസിൽ വരുന്നവയാണ് ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്. രണ്ട് ക്ലാസ് ആയിട്ടാണ് വരിക. ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. ഇതിനകത്ത് ക്ലാസ് 1ലാണ് ഏത് വരുന്നത്? റിട്രോ ട്രാൻസ്പോസോൺസ് വരുന്നത്. അതായത് ഏകദേശം ഒരു 5 to 6 കിലോബൈറ്റ് മാത്രം ലെങ്തി വരുന്ന ഒരു ഹ്യൂമൻ ജീനോമിൻ്റെ 17% വരുന്ന റിട്രോ ട്രാൻസ്പോസോൺസിനെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? ക്ലാസ് 1ൽ വരുന്നത്. ഈ ക്ലാസ് 1 റിട്രോ ട്രാൻസ്പോസോൺസിന് ഒരു എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൈൻസ് എന്ന് വെച്ചാൽ, ഇതൊരു ലോങ് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലോങ് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്സ് ആണ്. ഇതിനകത്താണ് വരിക? ക്ലാസ് 1 റിട്രോ ട്രാൻസ്പോസോൺസിലാണ് വരിക. ഇനി ക്ലാസ് 1 റിട്രോ ട്രാൻസ്പോസോൺസ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്പേഴ്സ്ഡ് DNA റിപ്പീറ്റ്സിലാണ് വരുന്നത്.